എല്ലാവർക്കും നമസ്കാരം. അടുത്തൊരു പരീക്ഷയെ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ലിറ്ററേച്ചറാണ് നോക്കാറുള്ളത്. ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. സോ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലായിരിക്കും പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അടുത്തതിലേക്കുള്ള ചർച്ചകൾ അല്ലെങ്കിൽ പ്ലാനുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ വീഡിയോസ് വരും. കീപ്പ് വാച്ചിങ്. നമുക്ക് എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം, വൈകണ്ട. ഇന്ന് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ഫസ്റ്റ്, ഏറ്റവും സിമ്പിൾ ആയതിൽ നിന്ന് തുടങ്ങാം. ഇതെല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന തരത്തിലുള്ള ഫോർമാറ്റിലാണ് വരുന്നത്. അതായത് ഈ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ അറിവിനനുസരിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ വേർഡ് ലാംഗ്വേജ് ഡിറൈവ്സ് ഫ്രം വിച്ച് ലാറ്റിൻ ടേം? കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വോക്സ്, ലിംഗ്വ, ഒറേഷ്യോ, സെർമൺ. ഇതിന്റെ ഉത്തരം വളരെയധികം ഈസിയാണ്. ലിംഗ്വ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ടങ് അല്ലെങ്കിൽ സ്പീച്ച് എന്നുള്ള അർത്ഥത്തിലേക്കാണ് നമുക്ക് ആക്ച്വലി ഈ വാക്ക് വന്നു തുടങ്ങുന്നത്. ഇപ്പൊ നമുക്കറിയാം ലാംഗ്വേജിന്റെ ഉപയോഗം എന്താണ്. അത് സ്പെസിഫിക്കലി അപ് ടു ഹ്യൂമൻ മാത്രമല്ല, അത് എന്താ പറയാ, മരങ്ങളും അല്ലെങ്കിൽ മൃഗങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് സംസാരിക്കുന്നത് മാത്രമല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അറിയുന്നതാണ്. സോ ഇതിന്റെ അർത്ഥം ഇതാണ്. അടുത്തത്, ലാംഗ്വേജ് ഈസ് പ്രൈമർലി എ സിസ്റ്റം ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് യൂസിങ് വാട്ട്? സിമ്പിൾ ചോദ്യമാണ്. ഉത്തരം വായിച്ചു നോക്കി അറിയാം. ഓൺലി റിട്ടൺ സിമ്പിൾസ്, സൗണ്ട് സിമ്പിൾസ് ആൻഡ് വേർഡ്സ്, ജസ്റ്റേഴ്സ് എക്സ്ക്ലൂസീവ്ലി, മാത്തമാറ്റിക്കൽ ഫോർമുലാസ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തു പോകാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് ഉത്തരം? സൗണ്ട്സ് ആൻഡ് സിമ്പിൾസ് ആൻഡ് വേർഡ്സ്. ഇത് ഡയറക്റ്റ്ലി നമുക്കൊരു എന്താ പറയാ, ഓപ്ഷൻ നിന്ന് തന്നെ മനസ്സിലാവുന്ന തരത്തിലുള്ളതാണ്. ബൗവൗ തിയറി സജസ്റ്റ് ലാംഗ്വേജ് ബിഗാൻ ബൈ ഇമിറ്റേറ്റിംഗ് വാട്ട്? നല്ല ഒരു സ്റ്റാൻഡേർഡ് ചോദ്യമായിട്ട് കണക്കാക്കാം. ബൗബൗ തിയറി, ഇതുപോലെ തിയറീസ് റിലേറ്റഡ് ടു ലാംഗ്വേജ് ഫോർമേഷൻ ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പ്രധാനമായിട്ടും ലാംഗ്വേജ് ഫോർമേഷനെ പറ്റി കുറെ തിയറിസ്റ്റുകൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ളൊരു വരവാണ്. റിത്തമിക് മൂവ്മെന്റ്സ് ആണോ, ഇമോഷണൽ ക്രൈസ് ആണോ, ക്യാരക്ടറിസ്റ്റിക് സൗണ്ട്സ് ഓഫ് ഒബ്ജക്ട്സ് ഓർ ക്രീച്ചേഴ്സ് ആണോ, ഹാൻഡ് ജസ്റ്റേഴ്സ് ആണോ? അതിൽ നമുക്കറിയാം ബൗ വൗ എന്നുള്ളതാണ് അല്ലേ. ബൗ ബൗ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ നായ്ക്കളാണ്, അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. കുറുക്കന്മാരോ അല്ലെങ്കിൽ പുലികളോ അതൊന്നും സൗണ്ട് ഉണ്ടാക്കില്ല. ബൗ വൗ. അപ്പൊ അത് എന്തായിരിക്കും? സി ഉത്തരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സൗണ്ട്സ് ഓഫ് ഒബ്ജക്ട്സ് ഓർ ക്രീച്ചേഴ്സ്, അല്ലെ മൃഗങ്ങളോ ക്രീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു തിയറി എന്താ പ്രപ്പോസ് ചെയ്യുന്നത്? നമ്മളുടെ അറ്റംപ്റ്റ് എന്തിനു വേണ്ടിയിട്ട്? മാൻസ് അറ്റംപ്റ്റ് ടു ഇമിറ്റേറ്റ് സൗണ്ട്സ് ഓഫ് ക്രീച്ചേഴ്സ്. സൗണ്ട്, ഒരു നായ ഓരിയിടുന്നത് പോലെ അല്ലെങ്കിൽ പാമ്പ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടാണ് അതിന് ശേഷം നമ്മൾ ലാംഗ്വേജ് ഫോം ചെയ്യാൻ തുടങ്ങിയെന്നാണ് ബൗവോ തിയറിയിൽ പറയുന്നത്. റൈറ്റ്. ഹു ഈസ് ദ ചീഫ് എക്സ്പോണന്റ് ഓഫ് ഡിങ് ഡോങ് തിയറി? ഈ സൗണ്ട് നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും, ക്ലോക്കുകളിൽ കേട്ടിട്ടുണ്ടാവും. പഴയ ക്ലോക്കുകളിൽ, വലിയ വീട്ടിലൊക്കെ, പഴയ വീടുകളിലൊക്കെ വലിയ ക്ലോക്കുകൾ കാണാം. അതിങ്ങനെ എന്താ പറയാ, 1 അവർ ഇങ്ങനെ തീരുമ്പോൾ അതിങ്ങനെ അടിക്കും, ടിങ് ടോങ് എന്നുള്ള. എൻ്റെ പഴയ വീട്ടിലുണ്ടായിരുന്നു. വലിയ, അതിലൊരു വലിയ പെൻഡുലം ഉണ്ടാവും, അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അരമണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ ടിങ് ഡോങ്. ഇന്ന് ക്ലോക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ ഇല്ല. എനിവേ, ഇപ്പൊ ഡിങ് ഡോങ് തിയറി പ്രപ്പോസ് ചെയ്തത് എക്സ്പോണന്റ് ആരാ? വില്യം വുഡ്, മാക്സ് മുള്ളർ, ജേക്കബ് ഗ്രിം, സർ റിച്ചാർഡ് പാഗൻ. മാക്സ് മുള്ളർ ആണ് ഇത് ആക്ച്വലി എക്സ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ജർമ്മൻ സ്കോളർ ആയിരുന്നു. റൈറ്റ്. ഇനി, ഡിങ് ഡോങ് തിയറി ഈസ് ബേസ്ഡ് ഓൺ മാൻസ് ഇന്നേറ്റ് സെൻസ് ഓഫ് വാട്ട്? നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ പുതിയ ഫോർമാറ്റിലുള്ള ചോദ്യമാണ്. ഋതമാണോ, ഇമോഷനാണോ, ജസ്റ്റർ ആണോ, സൗണ്ട് ഇമിറ്റേഷൻ ആണോ? ഡിങ് ഡോങ് തിയറി പറയുന്നു ഒരു ഋതത്തിന്റെ ബേസിലാണ്. അതായത് ഒബ്ജക്ട്സ് ഇൻ നേച്ചർ പ്രൊഡ്യൂസ് സൗണ്ട്സ് വിച്ച് ഹ്യൂമൻസ് ഇമിറ്റേറ്റഡ് ത്രൂ വോക്കൽ ഓർഗൻസ്. നമ്മൾ ഈ നേച്ചറിലുള്ള സൗണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് നമ്മളെ വോക്കൽ ഓർഗനിൽ കൂടെ നമ്മൾ ഇതിനെ എന്താ പറയുക,
ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഋതത്തിലൂടെയുള്ള പാറ്റേൺ വരുന്നതെന്നാണ് ഇത് ബേസിക്കലി പറയുന്നത്. നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് സൗണ്ട്സിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതും ബേസിക്കലി ഒരു ഇമിറ്റേഷൻ തന്നെയാണ്. അവിടെ വരുന്നത് ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബൗവോയിൽ പറയുന്നത് ക്രീച്ചേഴ്സിന്റെ സൗണ്ട്സിനെയാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, നമ്മൾ നായ്ക്കളെ കുറിച്ചോ അല്ലെങ്കിൽ പാമ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇവിടെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഇത് മാറുന്നുണ്ട്. പൂ തിയറി ട്രേസസ് സ്പീച്ച് ടു വാട്ട്? റിതമിക് ചാൻസ് ആണോ, അനിമൽ സൗണ്ട്സ് ആണോ, ഇമോഷണൽ ഇന്റർജെക്ഷൻസ് ആണോ, ബോഡി മൂവ്മെന്റ്സ് ആണോ? ഇവിടെ ഇമോഷണൽ ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതായത് ഇതിന്റെ ഫോം തുടങ്ങുന്നത് ഇതുപോലെ പെയിൻ, സർപ്രൈസ് അല്ലെങ്കിൽ പ്ലഷർ എന്നീ പറയുന്ന വികാരങ്ങളെ ഇവോക്ക് ചെയ്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടാണ്, ഇമോഷൻസിനെ വെച്ചുകൊണ്ടാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. സ്പീച്ച് സൗണ്ട് ഇതിൽ കൂടി ആയിരിക്കാം തുടങ്ങിയതെന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് എ തിയറി വാസ് സപ്പോർട്ടഡ് ബൈ സ്കോളേഴ്സ് ലൈക്ക് ഹൂം? പ്രപ്പോണ്ട് ചെയ്തതെന്ന് മാത്രമല്ല ചോദിക്കുന്നത്, സപ്പോർട്ടഡ് കൂടിയാണ് ചോദിക്കുന്നത്. മാക്സ് മുള്ളർ ആണോ, വില്യം വൂണ്ട് ആണോ, ആൻഡ് സർ റിച്ചാർഡ് പാഗേണ്ട്? ജേക്കബ് ഗ്രിം ആണോ, റാസ്ക് ആണോ? ഇതിൽ വില്യം വൂണ്ടും നമ്മുടെ റിച്ചാർഡ് പാഗറ്റും കൂടിയാണ് ഈ ജസ്റ്റേഴ്സിൽ കൂടിയാണ് സ്പീച്ച് വന്നത് എന്ന് പറയാൻ കാരണം. ഇപ്പം നമ്മൾ ഒരാളെ പറയുകയാണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ വാക്ക് കിട്ടാതെ, എനിക്കുള്ള ഒരു കാര്യമാണ്, സാധനം അറിയുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് പറയുമ്പോൾ വാക്കുകൾ കിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ തൊട്ട് കാണിക്കുകയോ ജസ്റ്റേഴ്സിൽ കൂടിയോ ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ലേ, ജസ്റ്റേഴ്സിന്റെ മൂവ്മെന്റ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വന്നതെന്ന് പറയുന്നു. വില്യം വൂണ്ടും റിച്ചാർഡും കൂടിയാണ് ഈ ഒരു തിയറിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കാർ. ഇനി വെസ്റ്റ് ജർമാനിക് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഇൻ ടു ഹൗ മെനി ബ്രാഞ്ചസ്? ലാംഗ്വേജിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 2, 3, 4, 5 നല്ല നമ്പറുകൾ. ഇതിൽ 3 കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കാരണം ഈ ബ്രാഞ്ചിലാണ് ഹൈ ജർമ്മൻ, ലോ ജർമ്മൻ, ആംഗ്ലോ ഫ്രീഷ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രീസിയൻ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്ക് ഇത് മാറ്റപ്പെടുന്നത്. ഈ ലാംഗ്വേജിന്റെ വ്യത്യാസങ്ങൾ ഗ്രൂപ്പുകളിലേക്ക് മാറ്റപ്പെടുന്നത്. വിച്ച് ട്രൈബ്സ് സെറ്റിൽഡ് ഇൻ ബ്രിട്ടൻ ഫോമിംഗ് ദ ബേസിസ് ഓഫ് ഇംഗ്ലീഷ്? കെൽസ് ആൻഡ് റോമൻസ്, എംഗൽസ്, സാക്സൺസ്, നോർമൻസ് ആൻഡ് വൈക്കിങ്സ്, ഗ്രീക്സ് ആൻഡ് ലാറ്റിൻസ്? ഇതിൽ 2 എളുപ്പത്തിൽ എടുത്തു കളയാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഉത്തരം വരുന്നത് എന്താണ്? ബി ആണ്. ആംഗൽ സാക്സൺസ് ആൻഡ് ജൂട്ട്സ് എന്ന് പറയുന്ന ജർമാനിക് ട്രൈബ്സ് ഇംഗ്ലണ്ടിലേക്ക് വരുന്നതോടു കൂടി ഇംഗ്ലണ്ടിന്റെ ചരിത്രം വീണ്ടും മാറുന്നുണ്ട്. അത് ആക്ച്വലി ഞാൻ സാധാരണ പറയാറുള്ള പോലെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഇതൊക്കെ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതാണ് ചില ആൾക്കാർ ഭൂമി അല്ലെങ്കിൽ ഈ രാജ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരൊറ്റ അതിർവരമ്പുകളില്ലാത്ത സ്ഥലങ്ങൾ വേണമെന്ന് പറയുന്നത്. അതൊക്കെ ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആണ്. ഇപ്പൊ നോക്കൂ, നമ്മൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ. നമുക്ക് എങ്ങനെ അതിർവരമ്പുകൾ വേണമെന്നോ വേണ്ടാന്നോ പറയാൻ പറ്റും? റൈറ്റ്. അപ്പൊ ഇതൊക്കെ ലൈക്ക് ഒരു തത്വചിന്തയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് സ്പാൻസ് ഫ്രം വിച്ച് സെഞ്ചുറീസ്? 12 to 15, 8 to 11, 15 to present? നൺ ഓഫ് ദ എബവ്. ഓക്കെ, ഇതിൽ ഉത്തരം വരുന്നത് നൺ ഓഫ് ദ എബവ് ആണ്. കാരണം ഇതിൽ വരുന്ന ഒരു കാലഘട്ടം ഇത് മാത്രമല്ല എന്ന് പറയാനുള്ളത്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തന്ന ഉത്തരങ്ങളിൽ സ്പെസിഫിക് ആണ്, ഈ വർഷം മുതൽ ഈ വർഷം വരെയാണോ. നമുക്ക് സ്പെസിഫിക് അല്ലെങ്കിൽ പോലും നമ്മൾ ഹിസ്റ്റോറിയൻസ് വെച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫസേഴ്സിനെ അല്ലെങ്കിൽ തിയറീസിനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അത് ഇതിലൊന്നും ഉള്ളതല്ല. ഓക്കെ. ഗ്രിംസ് ലോ ഫസ്റ്റ് ഫോർമുലേറ്റഡ് ബൈ ഹൂം? ഗ്രിംസ് ലോ ആരാണ് ഫോർമുലേറ്റ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. വെർണർ ആണോ, റാസ്ക് ആണോ, ജേക്കബ് ആണോ, മാക്സ് മുള്ളർ ആണോ? ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടരുത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് കിട്ടരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ജേക്കബ് ഗ്രിമ്മിനെ മാറ്റിയത്. അപ്പൊ എന്തായാലും ഉത്തരം ജേക്കബ് ഗ്രിം ആണ്, സി ആണ്. ഓക്കെ, അദ്ദേഹം ഒരു ജർമ്മൻ സ്കോളർ ആയിരുന്നു. ഇപ്പൊ ഗ്രിം ആണെന്ന് പറയാം, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് നെയിമും കൂടെ അറിയെങ്കിൽ എളുപ്പമാകുന്നുള്ളതുകൊണ്ടാണ് ജേക്കബ് ഗ്രിം എന്നുള്ളിടത്ത് മാറ്റിയത്. അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ പേരെന്താന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. എനിവേ, അക്കോർഡിംഗ് ടു ഗ്രിംസ് ലോ, ഇൻഡോ യൂറോപ്യൻ ഷിഫ്റ്റ് ടു
വാട്ട് ഇൻ ട്യൂട്ടോണിക്. ഇതെങ്ങനെ ഏത് ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ഏത് വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. ഫ് പ് ഹ് എന്ന് പറയുന്ന ഒരു വോയിസ്ലെസ് ഓപ്പൺ സൗണ്ട്സിലേക്കാണ് പ് ട് എന്ന് പറയുന്ന ഈ വോയിസ്ലെസ് സ്റ്റോപ്പ് സൗണ്ട്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ട്യൂട്ടോണിക്കിലേക്ക് മാറുമ്പോൾ ഈ രീതിയിലേക്കാണത് മാറിയിട്ടുള്ളത്. അടുത്തത്, വെർണേഴ്സ് ലോ എക്സ്പ്ലെയിൻസ് എക്സെപ്ഷൻ ടു ഗ്രിംസ് ലോ ഡ്യൂ ടു വാട്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം, എക്സെപ്ഷൻസ് ഏത് കേസിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. വേർഡ് ലെങ്ത് ആണോ, പൊസിഷൻ ഓഫ് ആക്സെന്റ് ആണോ, വവൽ ക്വാളിറ്റി ആണോ, സിലബിൾ കൗണ്ട് ആണോ? ഇതിൽ പൊസിഷൻ ഓഫ് ആക്സെന്റ്, ആക്സെന്റ് എന്ന് പറയുക ആക്സെന്റ് ഡയലക്റ്റ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതിൽ ആക്സെന്റ് പ്രകാരമുള്ള വ്യത്യാസത്തിലാണ് ഈ വ്യത്യാസം വരുന്നത്. കാരണം ഇതിൽ വോയിസ് ചെയ്യുന്ന പൊസിഷൻസിനെ വെച്ചിട്ടാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരിക. വെർണറിന്റെ കാൽക്കുലേഷനും ഗ്രിമ്മിലും വരുന്ന വ്യത്യാസം പൊസിഷൻ ഓഫ് ആക്സെന്റ് എന്നുള്ളതാണ്. സൗണ്ട് മാത്രമല്ല, ആക്സെന്റ്, നമ്മൾ ഹൗ വി കമ്മ്യൂണിക്കേറ്റ് ഈ ലാംഗ്വേജ് എന്നുള്ളതും കൂടി ചേർത്തിട്ടാണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് എക്സ്റ്റെൻസ് ഫ്രം AD ടു വാട്ട് ഇയേഴ്സ്? ഇതിൽ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ തുടക്കമുണ്ട്. 1066 ടു 1500, 450 ടു 1150, 1150 ടു 1500, 1500 ടു പ്രസന്റ്. ഇതിൽ ബി ഓപ്ഷനാണ് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുക. പ്രോപ്പർ എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല AD 450 ജനുവരി 1-ാം തീയതിയാണ് ഇത് തുടങ്ങിയത് എന്ന്. 1150 ഡിസംബർ 31 കഴിഞ്ഞു എന്ന് നമുക്കിത് പറയാൻ പറ്റില്ല. വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏകദേശം ഒരു അറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കാലഘട്ടം പറയുന്നത്. റൈറ്റ്. പണ്ടത്തെ റൈറ്റേഴ്സിനെ അല്ലെങ്കിൽ ബുക്കുകളെ നോക്കിയാലും നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഓൾഡ് ഇംഗ്ലീഷിലൊന്നും. നമ്മളൊരു ഏകദേശ ധാരണയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്. അതുകൊണ്ട് തന്നെ തിയറീസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബുക്കുകളിലൊക്കെ ചില വ്യത്യാസങ്ങൾ അത് കാണാൻ പറ്റും. ഓക്കെ. അച്ചടി വന്നതിന് ശേഷമാണ് ഇത് വീണ്ടും കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുക ഏത് വർഷം ആര് എന്നുള്ളതൊക്കെ. ഓൾഡ് ഇംഗ്ലീഷ് വൊക്കാബുലറി വാസ് മോസ്റ്റ്ലി ഇൻഹെറിറ്റഡ് ഫ്രം വാട്ട്? ഏത് ഭാഷയിൽ നിന്നാണ് ഓൾഡ് ഇംഗ്ലീഷ് വൊക്കാബുലറികൾ കൂടുതലായി വന്ന് കാണാൻ സാധിക്കുന്നത്? ലാറ്റിൻ, കെൽറ്റിക്, കോമൺ ട്യൂട്ടോണിക്, സ്റ്റോക്ക്, ഫ്രഞ്ച്. ഇതിൽ കോമൺ ട്യൂട്ടോണിക് സ്റ്റോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ട്യൂട്ടോണിക്കിന്റെ ഭാഗമായിട്ട് വരുന്ന വൊക്കാബുലറിയിൽ നിന്നാണ് ഓൾഡ് ഇംഗ്ലീഷിലേക്ക് കൂടുതൽ വാക്കുകൾ വന്നിട്ടുള്ളതെന്ന് അല്ലെങ്കിൽ വൊക്കാബുലറി വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കെൽറ്റിക് ഇൻഫ്ലുവൻസ് ഓൺ ഇംഗ്ലീഷ് ഈസ് സീൻ മെയിൻലി ഇൻ വാട്ട്? core vocabulary, place names and subtle changes, grammar, sound shift. ഇതിൽ ബി ആണ് ഉത്തരം. കാരണം ഇംഗ്ലണ്ടിലുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ ഇതിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. പ്ലേസ് നെയിംസ് ആൻഡ് സട്ടിൽ ചേഞ്ചസ് എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇപ്പൊ ഡോവർ പോലെയുള്ള സ്ഥലം നിങ്ങൾ ഇംഗ്ലണ്ടിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് കം ഫ്രം ലാറ്റിൻ? അത് ഞാൻ സാധാരണയായിട്ട് ക്ലാസ്സുകളിൽ പറയാനുള്ളതാണ്. ഒരു ഭാഷയും അതായിട്ട് തന്നെ നിലനിൽക്കുന്നില്ല. റൈറ്റ്. ഇപ്പൊ നമ്മൾ മിത്തോളജീസ് എന്ന് പറയുന്ന ഒരു ഐഡിയ എടുക്കുകയാണെങ്കിൽ ഒരു മിത്തും അങ്ങനെ പൂർണ്ണമായിട്ടും എന്താ പറയാ, ആ മിത്തിൽ നിന്ന് മാത്രം ഉൾക്കൊണ്ടിട്ടുള്ളതല്ല, വേറെ മിത്തിന്റെ ഭാഗവും കൂടി ഉണ്ട്. ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട്. റൈറ്റ്. അതുപോലെ തന്നെ എന്ത് പറയാം, മിത്തുകൾ എന്ന് പറഞ്ഞാൽ മിത്തുകൾ ഉണ്ടാവുന്ന തന്നെ വാക്കിൽ നിന്നാണ്. വാക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എന്ത് വരുന്നത്, മിത്തുകൾ ഫോം ചെയ്യുന്നത്. അല്ലെ? നമുക്ക് വാക്കുകൾ ഇല്ലാതെ മിത്തിനെ എങ്ങനെ വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു മഴ പെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഒരു പുലി വരികയാണെങ്കിൽ ഓടാം. പക്ഷെ ഇതിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒരു 4-5 ദിവസത്തെ കഥ ഒന്നിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റൈറ്റ്. സോ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് 60% എന്ന് പറയുന്നതാണ്. 60% വാക്കുകൾ. ഇത് നമുക്ക് എണ്ണി വെക്കാനൊന്നും പറ്റില്ല. 59.9% ലാറ്റിൻ നിന്നാണ്, അല്ല എന്നൊന്നും അല്ല പറയുന്നത്. ഏകദേശം ധാരണയിലുള്ള കണക്കാണ് നമ്മൾ പറയുന്നത്. കാരണം ബാക്കിയുള്ള ലാംഗ്വേജുകളിൽ നിന്നൊക്കെ ഓരോ ലാംഗ്വേജുകളും, ഇംഗ്ലീഷ് മാത്രമല്ല ഓരോ ലാംഗ്വേജുകളും കടമെടുത്തിട്ടുണ്ട്. അപ്പൊ മലയാളത്തിലെ കുറെ വാക്കുകൾ, വരാന്ത, ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കുറെ വാക്കുകൾ നമ്മൾ മറ്റ് ഭാഷകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. റൈറ്റ്. എന്ത് ചെയ്യാം? അപ്പോൾ ഏകദേശ ധാരണയിൽ നമുക്ക് ഇത്രയും പെർസെൻറ്റേജ്, അത് ഇന്ന് മാറിയിട്ടുണ്ടായിരിക്കും, ഇന്നത്തെ കണക്കനുസരിച്ച് മാറിയിട്ടുണ്ടായിരിക്കും. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരുന്നു, അവരുടെ വാക്കുകൾ വളരുന്നു, അവർ ഓരോ വർഷവും ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യുന്ന വാക്കുകളുടെ എണ്ണം വളരുന്നു. ഇന്ന് ചിലപ്പോൾ ഇതിന്റെ പെർസെൻറ്റേജ് മാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഏകദേശം ഈ ലാംഗ്വേജുകളിൽ നിന്നെല്ലാം വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ബേസിക് ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം.
എനിവേ, അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ആ, താല്പര്യം ഉണ്ടെങ്കിൽ, ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു. വിൽ സി യു സൂൺ.